നീയുണ്ടെങ്കിൽ ഉണരും സ്വപ്നം, നീയുണ്ടെങ്കിൽ സ്നേഹം സത്യം, നീ ചേരുന്നൊരു രാപ്പകലാകെ മോഹന സംഗീതം. പ്രായലിംഗ വർണ്ണഭേദമന്യേ ഒരു കാലഘട്ടത്തെ മുഴുവൻ റൊമാൻറ്റിക് ആക്കി മാറ്റി ഈ പാട്ടോടെ മലയാളികൾ നെഞ്ചിലേറ്റിയത് അല്ലു അർജുനെ മാത്രമായിരുന്നില്ല. അന്നുവരെയും കളിയാക്കി മാറ്റി നിർത്തിയ ഒരു ഇൻഡസ്ട്രിയെ തന്നെയായിരുന്നു. പടങ്ങൾ തിയേറ്റർ വിട്ടാൽ പിന്നെ അപൂർവം കയ്യിൽ കിട്ടുന്ന സിനിമാ കാസറ്റുകളെയും TV ചാനലുകളെയും മാത്രം ആശ്രയിച്ചിരുന്ന ആ കാലത്താണ് അത്ര പരിചിതമല്ലാത്തൊരു ഭാഷയിൽ നിന്നും ആ പയ്യൻ നമ്മുടെ കാഴ്ചകളിലേക്കും വിനോദങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും കുടിയേറുന്നത്. അവന്റെ ചടുലതയുള്ള ചുവടുകളും സ്വാഗും സ്റ്റൈലും കാട്ടുതീ പോലെ മലയാളികൾക്കിടയിൽ ട്രെൻഡായി ആളിപ്പടർന്നു. അതുവരെയും കളിയാക്കി മാറ്റി നിർത്തിയ തെലുങ്ക് സിനിമകളെ മലയാളികൾ ആരാധനയോടെ കണ്ടിരുന്നു. റീമേക്ക് ചെയ്തെത്തിയ ഗാനങ്ങൾ പൂരപ്പറമ്പുകളിലും സ്കൂൾ വേദികളിലും തുടങ്ങി ആഘോഷിക്കാൻ തരം കിട്ടിയ ഓരോ ഇടത്തും വിസിലടികളുടെയും കയ്യടികളുടെയും അകമ്പടിയിൽ ആവേശമായി. മറുത്തൊന്നും ചിന്തിക്കാതെ ഈ നാടവനെ നെഞ്ചിലേറ്റി ഒരു ഓമന പേരും ചാർത്തി നൽകി: മല്ലു അർജുൻ. അയാളുടെ തന്നെ വാക്കുകളിൽ കേരളത്തിന്റെ ദത്തുപുത്രൻ. ആദ്യ ചിത്രത്തിൽ തന്നെ ഇൻഡസ്ട്രിക്ക് അകത്തും പുറത്തും നിന്ന് ആക്ഷേപങ്ങൾ വാരിക്കൂട്ടിയ അല്ലു അർജുന് നവാഗത സംവിധായകനായ സുകുമാർ നൽകിയ ആക്ടിവേറ്റർ ആയിരുന്നു ആര്യ. 2004 അന്നത്തെ ആന്ധ്ര ബോക്സ് ഓഫീസുകളെ തൂത്തുവാരിയ ചിത്രം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാള ചിത്രമെന്ന് തോന്നിപ്പിക്കും വിധം ഡബ് ചെയ്യപ്പെട്ടെത്തിയത്. ആ കണ്ടേ അളകാപുരം, എൻ പ്രേമത്തിൽ കോപം കാണും തുടങ്ങി ആഘോഷിക്കാൻ ഒരുപിടി നല്ല പാട്ടുകളോടെയാണ് ആ റൊമാൻറ്റിക് ആക്ഷൻ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പൊടി പാറിച്ചത്. അല്ലു അർജുൻ എന്ന നായകനെയും സുകുമാർ എന്ന സംവിധായകനെയും ദേവിശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെയുമാണ് ചിത്രം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. 2009 ഇതേ കൂട്ടുകെട്ടിൽ ആര്യ 2 എത്തിയത്. അപ്പോഴേക്കും ശക്തമായൊരു ഫാൻ ബേസ് അല്ലു അർജുൻ എന്ന നായകൻ കേരളക്കരയിൽ പടുത്തുയർത്തു കഴിഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് എണ്ണം പറഞ്ഞ ഹിറ്റുകൾ അല്ലു സൃഷ്ടിച്ചു. പോസ്റ്ററുകളിലും ബിൽബോർഡുകളിലും തുടങ്ങി നോട്ട് പുസ്തക ചട്ടകളിലും നെയിം സ്ലിപ്പുകളിലും അക്കാലത്ത് അല്ലു അർജുൻ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ പാട്ടുകൾ ഹിറ്റടിച്ചു. അയാളുടെ ഡ്രസ് സെൻസിന് പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായി. ബണ്ണിയും ഹാപ്പിയും ഹീറോയും തെലുങ്കിലുള്ളതിനേക്കാൾ വലിയ വിജയം കേരളത്തിൽ നേടി. കേരള ബോക്സ് ഓഫീസിൽ ഒരു സുപ്രീമസി ഉണ്ടാക്കിയെടുത്ത കാലത്താണ് കൃഷ്ണയിൽ അല്ലുവിന് ചെറുതായൊന്ന് കാലിടറിയത്. അപ്പോഴേക്കും വീണ്ടും ചേർത്ത് പിടിക്കാൻ സുകുമാറും ദേവിശ്രീ പ്രസാദും ഓടിയെത്തി. ആര്യ 2 അവിടെ ജനിക്കുന്നു. മൈ ലവ് ഈസ് ഗോൺ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം പഴയ ഓളം വീണ്ടെടുക്കുന്നതായി. മോഹജാലകം തുറന്ന കാറ്റിനോട് നിൻ കരളിൽ എത്ര കോപം എന്താ എന്ന് തുടങ്ങുന്ന പാട്ടുകൂടെ എത്തിയപ്പോൾ റിലീസിന് മുമ്പേ വമ്പൻ ഹൈപ്പാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആര്യയും ആര്യയുടെ ആക്ഷനും പ്രണയവും കുതന്ത്രങ്ങളും ഹിറ്റായി. അത് മല്ലു അർജുൻ ടാഗിനെ കൂടുതൽ പോപ്പുലർ ആക്കി. പിന്നീട് പല വഴിക്ക് പിരിഞ്ഞ മൂവരും വീണ്ടും ഒന്നിക്കുന്നത് ഒരു വ്യാഴവട്ടക്കാലത്തിന് ഇപ്പുറത്താണ്, രാജ്യം ഒന്നാകെ കോളിളക്കം സൃഷ്ടിച്ച പുഷ്പയിലൂടെ. ഇതിനിടയിൽ ഉയർച്ച താഴ്ചകളിലൂടെയാണ് അല്ലു അർജുൻ എന്ന താരം കടന്നുപോയത്. കഥാപാത്രങ്ങളിലെ ആവർത്തനവും കാലത്തിനൊത്തുണ്ടാകാത്ത മാറ്റവും വിമർശനങ്ങൾക്ക് ആയുധമായി. എന്നാൽ ഇരട്ടി മധുരമുള്ള തിരിച്ചുവരവ് അയാളുടെ എല്ലാ ഭാവങ്ങളിലും തെളിഞ്ഞു കണ്ടു. എന്റെ പേര് സൂര്യ, എന്റെ വീട് ഇന്ത്യ എന്ന ചിത്രം അല്ലു അർജുന്റെ പുത്തൻ സ്റ്റൈലിലൂടെ ചർച്ചയായി. ദേശസ്നേഹം അതിൽ മുഴച്ചു നിന്നെങ്കിലും അയാളിലെ മാറ്റം പ്രകടമായി തുടങ്ങുകയായിരുന്നു. ആദ്യമായി 1 വർഷം ഗ്യാപ്പ് എടുത്ത അല്ലു വേറിട്ട ലുക്കിൽ വൈകുണ്ഠപുരമലുവിൽ എത്തിയപ്പോൾ ടെക്നിക്കലി കൂടെ ബ്രില്യന്റ് ആയ റീ എൻട്രിയാണ് അയാൾക്ക് കിട്ടിയത്. പാട്ടുകളും ഡയലോഗുകളും റിലീസ് ചെയ്യപ്പെട്ട എല്ലാ ഭാഷകളിലും ഹിറ്റായി. പക്ക കാഷ്വലായും എലൈറ്റ് ലുക്കിൽ സ്റ്റൈലിഷായും അയാൾ ഈസിയായി 275 കോടിയിലേക്ക് ഇടിച്ചു കയറി. ശേഷം ചരിത്രം. സുകുമാറും ദേവിശ്രീ പ്രസാദും കൂടെ മലയാളികളുടെ സ്വന്തം ഫാഫയും ഒന്നിച്ച പുഷ്പ. അതിലൂടെ അല്ലുവിന് മികച്ച നടൻ എന്ന ദേശീയ പുരസ്കാരത്തിന്റെ തിളക്കം. 2 ദേശീയ പുരസ്കാരത്തിനൊപ്പം 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും പുഷ്പ വാരിക്കൂട്ടിയിരുന്നു. ബോക്സ് ഓഫീസിലാകട്ടെ ഇന്ത്യയിൽ നിന്ന് മാത്രമായി 267 കോടിയാണ് നേടിയത്. ഇന്ത്യയെമ്പാടുമുള്ള ആരാധകരിലേക്ക് പുഷ്പ വെട്ടിത്തെളിച്ച പാത അയാൾ ഏറെ ആശിച്ച് മോഹിച്ച് നേടിയെടുത്ത ഒന്നാണ്. അതിന്റെ വീര്യമറിയാൻ പുഷ്പ 2ാം ഭാഗത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് പട്നയിലെ ഗാന്ധി സ്റ്റേഡിയത്തിൽ ഒന്നിച്ച ആയിരങ്ങളുടെ ആവേശം ഒന്നു മതി. പുഷ്പരാജും ഷെഖാവത്തും വീണ്ടും തിയേറ്ററുകളെ ഇളക്കി മറയ്ക്കാനായി എത്തുമ്പോൾ വർഷങ്ങൾ കൊണ്ട് പരസ്പരം താങ്ങായി തണലായി നിന്ന 3 കൂട്ടുകാർക്കിത് 2 പതിറ്റാണ്ടിന്റെ സൗഹൃദത്തിന്റെയും ചേർത്തുനിൽപ്പിന്റെയും അഭിമാന നിമിഷങ്ങൾ കൂടിയാണ്.